ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേരള പെട്ടി പൊട്ടിക്കുന്നതെന്ന് കണ്ടാലോ ഗൈസ്. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ കൂടി പോയി എന്റെ വീഡിയോ കണ്ടിട്ട് വന്നോ. നമ്മുടെ കേരള പെട്ടിയിലെ മെയിൻ ഐറ്റം എന്താ ഗൈസ്? ഏത്തപ്പഴമാണ് ഗൈസ്. ഏത്തപ്പഴം ഞാൻ നാട്ടിൽ നിന്ന് വന്ന വീഡിയോയിൽ കാണിച്ചില്ലേ, നല്ല പച്ചക്കായ് വാങ്ങിയത്, ഉറയിടാത്തതെന്ന് വെച്ചാൽ പുകയിടാത്തതാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതുപോലെ പഴുത്ത് കിട്ടും. നമ്മൾ ഉറയിട്ടത് വാങ്ങിയിട്ട് വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കറുത്തൊരു പരുവായി പോകും കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ എത്തി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ 3 ദിവസം ഇവിടെ വന്നിട്ട് 2 ദിവസം, അങ്ങനെ 5 ദിവസം മൊത്തം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പഴം നല്ല കറക്റ്റ് പരുവത്തിലാണ് പഴുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ കിട്ടുന്ന ഇഞ്ചിക്കില്ല, ഒരു കടുപ്പം കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് കുറച്ച് ഇഞ്ചി കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ച് നടാമെന്ന്, അങ്ങനെ പ്ലാനായിട്ട് കൊണ്ടുവന്നതാണേ. ഇനി പതിവ് പോലെ തന്നെ കുറച്ച് കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ കപ്പ ഗൈസ്. ഇക്കാണെങ്കിൽ കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും മോശമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം 3 കിലോ കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഒരു 5-6 മാസത്തേക്ക് കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര കിഴങ്ങ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് മലയാളി ഫാമിലീസിനും കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുറുവെണ്ണയും പിന്നെ നാൽപ്പാമരുതി എണ്ണയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ടാനൊക്കെ മാറാൻ ഈ നാൽപ്പാമരുതി എണ്ണ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാ കേരള പെട്ടിയിലുള്ളതുപോലെ തന്നെ കേരള ചിപ്സ്, അത് വിട്ടിട്ടൊരു കളിയില്ലല്ലോ. പിന്നെ ഞാൻ കോഴിക്കോട് നിന്ന് കുറച്ച് കോഴിക്കോടൻ ഹൽവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിൻ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇഷുക്കുട്ടിക്ക് ഈ പഴം ചിപ്സില്ലേ, പഴുത്ത പഴം വെച്ചിട്ടുണ്ടാകുന്ന ചിപ്സ്, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചക്ക ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ നാട്ടിൽ എത്തിയ സമയത്ത് ചക്കയെല്ലാം പഴുത്ത് തുടങ്ങിയ സീസണായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇത് നമ്മുടെ കിഴങ്ങിൻ്റെ ചിപ്സാണ് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊച്ചുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിവിടെ കൊച്ചുള്ളിയൊന്നും കിട്ടത്തില്ല ഗൈസ്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന പോലും ആൾക്കാർക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഒരു 1.5 കിലോ കൊച്ചുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അധികം കൊണ്ടുവന്നാൽ ഇവിടെ ഇരിക്കത്തില്ല, പെട്ടെന്ന് കേടായി പോവും. അതുകൊണ്ട് ഞാൻ പ്രാവശ്യം കുറച്ച് കുറവാണ് കൊണ്ടുവന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ, ഇത് നമ്മുടെ ഇറച്ചി മുളകാണ് ഗൈസ്. ഇറച്ചി മുളക്, എനിക്കാണെങ്കിൽ ഈ ഇറച്ചി മുളക് ഇട്ട് വയ്ക്കുന്ന ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ആ സംഭവം കിട്ടാറേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ നാട്ടിലാണെങ്കിലും ഭയങ്കര വിലയാണ്. കിലോയ്ക്ക് 400 രൂപയായി ഗൈസ്. എന്നും ആലോചിച്ച് നോക്കണം, 400 രൂപ. ഇത് വന്നിട്ട് 1/2 കിലോ ഇറച്ചിമുളകുണ്ട്. ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ വിത്ത് പാവാന്ന് കരുതി വെച്ചേക്കാണ്. ഇനി നമ്മുടെ ഈത്തപ്പഴമാണ് ഗൈസ്. ഈത്തപ്പഴം ഞാൻ നാട്ടിൽ നിന്ന് 1 പെട്ടി ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് പകുതി മാമിക്ക് കൊടുത്തു, പകുതി നമ്മളിവിടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ കുറച്ചിങ്ങനെ അലത്തിരിപ്പുണ്ട്, അത് ഞാൻ വെയിലത്തൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള അടിപൊളി സെറ്റ് ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെയിലത്തൊക്കെ വെക്കാനായിട്ട് ഞാനങ്ങ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ എ സിയിലൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു തേനില്ല, അതിങ്ങനെ ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫാമിലി ചിരവ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിരവയാണ്, എനിക്ക് ഓൾറെഡി ഇവിടെ ചിരവ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് മിച്ചർ മിഠായിയാണ് ഗൈസ്. എനിക്ക് ഈ മിച്ചർ മിഠായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കപ്പലൻ്റെ മിഠായി, അത് ചിക്കുട്ടിക്കിട്ട് വാങ്ങിയതാണ്. എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ കപ്പലൻ്റെ മിഠായി. പിന്നെ നമ്മുടെ അണ്ണാച്ചിക്കടയിലെ മിച്ചർ ഗൈസ്, അതായത് നമ്മുടെ അശ്വതി മിച്ചർ. പിന്നെ വന്നിട്ട് നാൻ കെട്ട. പിന്നെ ഞാൻ ഓവർനൈറ്റ് ഓട്സിലിടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി തൊലി കളഞ്ഞ പീനട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതാ ബിസി പണിയല്ലേ. അപ്പോൾ നമ്മുടെ ഈ അശ്വതി മിച്ചർ വിട്ടിട്ടൊരു കളിയില്ല ഗൈസ്. ഇത് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. പണ്ടുമ്പോൾ ചായയുടെ സ്നാക്കായിട്ട് ഈ 10 രൂപയ്ക്ക് ഈ മിച്ചർ മേടിച്ച് തരും കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയാമോ. പിന്നെ ഇഷിക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ABCD ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ആരാധികയാണ്. ഞാനും മോശമല്ല കേട്ടോ, ഞാനും കഴിക്കും. കുറച്ചധികം കേരള ചിപ്സും മിച്ചറും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫാമിലീസിനൊക്കെ കൊടുക്കണം. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്നാക്സ് ഒന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിച്ചർ പിന്നെ ഇക്കാൻ്റെ കമ്പനിയിൽ കൊണ്ടു കൊടുക്കണം. ഇത് വന്നിട്ട് നമ്മുടെ മസാല ബിസ്ക്കറ്റാണ്. ഇതും മിച്ചറാണ് കേട്ടോ. നമ്മുടെ ഈ മസാല ബിസ്ക്കറ്റും പിന്നെ വന്നിട്ട് ഈ പ്ലം കേക്കിൻ്റെ ഒരു സ്ലൈസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ലോബി കേച്ച് നമുക്ക് തന്നില്ലേ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം വരുമ്പോൾ എനിക്കത് കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഇത്രയാണ് ഗൈസ് നമ്മുടെ സ്നാക്സിൻ്റെ ബോക്സ് കേട്ടോ. ഇതിനകത്ത് മാക്സിമം ഞാൻ സ്നാക്സും ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഈ ഒരു പെട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് ഈ സ്നാക്സ് എല്ലാം ഇതിനകത്ത് തന്നെ പറക്കിയിടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സ്നാക്സ് വയ്ക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. പിന്നെ വന്നിട്ട് ഇതെല്ലാം ഇനി കുറച്ച് ഷെയർ ചെയ്ത് കുറച്ച് ഫാമിലീസിനൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നിരത്തിയിടണ്ട, തിരിച്ചിതിനകത്ത് തന്നെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം ഷെയർ ചെയ്ത് ബാക്കിയുള്ളത് ഈ ബോക്സിനകത്ത് തന്നെ ഇരിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ പിന്നെ തണുത്ത് ആകെ പരുവാവും. അതുകൊണ്ട് ഞാൻ കരുതി ഇതിനകത്ത് തന്നെ തിരിച്ചെല്ലാം പറക്കി വെക്കുകയാണ് കേട്ടോ.
ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് പീനട്ട് മേടിക്കുമ്പോഴത്തേക്കില്ലേ അത് തോലോട് കൂടിയുള്ള പച്ച പീനട്ടാണ് കിട്ടുന്നത്. ഈ റോസ്റ്റഡ് പീനട്ട് ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പീനട്ട് വാങ്ങിയിട്ട് റോസ്റ്റ് ചെയ്ത് തൊലി കളഞ്ഞാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈസി പീസി പണിയായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം പീനട്ട് വാങ്ങിയേക്കുന്നത്. പിന്നെ ഈ മസാല ബിസ്ക്കറ്റും ആ ഒരു പ്ലം കേക്കിൻ്റെ സ്ലൈസൊക്കെ ലോപിച്ച് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കും കൊതിയാവുന്ന കരുതി വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്നാക്സ് ബോക്സ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത പെട്ടി അൺബോക്സ് ചെയ്യാം ഗൈസ്. അതിനു മുമ്പ് ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്താണ് നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം കേട്ടോ. ഇതെനിക്ക് മറ്റേമ്മ തന്ന കുരുമുളകാണ്. പച്ച കുരുമുളക് മറ്റേമ്മ കുറേ തന്നായിരുന്നു. അത് മാമി ഇതുപോലെ ഉണക്കിയിട്ട് ഇതിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടിയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും 5 കിലോയുടെ ഒരു വലിയ അതായത് ഒറ്റ കവറാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാനിങ്ങനെ 5 കിലോയുടെ ഓരോ കിലോയുടെ പാക്കറ്റ് 5 കിലോ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 4 കിലോയാണുള്ളത് കേട്ടോ. അടിയിൽ 1 കിലോ കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ 5 കിലോ അജ്മിയുടെ പുട്ടുപൊടിയാണ്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം വളരെ കുറച്ച് അച്ചാർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഇത് ഉണങ്ങി വാങ്ങിയിട്ടുണ്ടാക്കിയ അച്ചാറാണ്. പപ്പടം വിട്ടിട്ട് കളിയില്ല ഗൈസ്. ഇക്കാക്ക് എന്തുണ്ടെങ്കിലും പപ്പടം ഇല്ലെങ്കിൽ ഇക്കാക്ക് എന്തോ അതൊരു ഫിനിഷ് ആവാത്തതാണ്. പക്ഷെ പപ്പടം അത്ര ഹെൽത്തി അല്ല കേട്ടോ. പിന്നെ നമ്മുടെ മാർമലിൻ്റെ തേയിലയാണ്. ഇത് ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു എന്തായാലും. പിന്നെ കുറച്ച് പുളി വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ കുറച്ച് പുളിയുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി തികയാതെ വന്നാലോ എന്ന് ഓർത്തിട്ട് കുറച്ച് പുളി കൊണ്ടുവന്നതാണ് കേട്ടോ. പപ്പടം അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഞാൻ പിന്നെ ഈ പ്രാവശ്യം കുറച്ച് സാമ്പാർ പൊടി ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഗൈസ്. ഞാൻ എല്ലാ പ്രാവശ്യവും കിച്ചൺ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ചു ബ്രാഹ്മിൺസിൻ്റെ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന്. ഇതൊക്കെ സോഡാപ്പൊടിയാണ്. ഇതൊക്കെ ഞാൻ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് സാധനം തിരിച്ച് സീൽ ചെയ്ത് എടുത്തിട്ട് വന്നതാണ്. പിന്നെ കായപ്പൊടി ഞാനൊരു 4 ഇതുപോലെ വലിയ ബോക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പായസം വയ്ക്കാനുള്ള അടയാണ്. 2 പാക്കറ്റ് നമ്മുടെ അടപ്രഥമൻ വയ്ക്കുന്ന അടയും 2 പാക്കറ്റ് പാലട അടയും ഉണ്ട്. ഒരു പാക്കറ്റ് അടിയിലാണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ വയ്ക്കാനുള്ള അടയൊക്കെ മാറ്റി വയ്ക്കുകയാണ്. ഓണത്തിന് ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ കുറച്ച് സാമ്പാർ പരിപ്പ് ബാക്കിയുണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ പതിവ് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ പപ്പടം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. 10 കവർ പപ്പടാണ്ട് ഉണ്ടോയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ല കറുത്ത ശർക്കരയാണ് ഗൈസ്. നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാൻ ഈ കറുത്ത ശർക്കര സെറ്റാണ്. പിന്നെ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ എന്താ ഇത് വന്നിട്ട് സാൻഡ് പേപ്പറാണ്. സാൻഡ് പേപ്പർ നമ്മുടെ കത്തിയുടെയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഗൈസ് ഇതാണ് മെയിൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തെക്കോലം, പെരിഞ്ചീരകം, കേഷ്നട്ട്, ഉണക്കമുന്തിരി. ഇത് അത്യാവശ്യം നല്ല വിലയായ സാധനമാണ്. 5000 രൂപയ്ക്ക് അത്രയും വിലയുള്ള സാധനമാണ് ആ കവറിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പുട്ടുപൊടിയല്ലേ ഞാൻ പറഞ്ഞില്ലേ 5 പാക്കറ്റ് പുട്ടുപൊടി വാങ്ങിയെന്ന്. ഇശുക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുട്ടുപൊടി വാങ്ങിയിട്ട് വരുന്നത്. അവൾക്ക് അല്ലാതെ നോർമൽ അരിപ്പൊടി ഉണ്ടാക്കുന്ന പുട്ട് ഇഷ്ടമല്ല കേട്ടോ. ഇത് നമ്മുടെ അജ്മിയുടെ 5 കിലോ ഇടിയപ്പം റൈസ് പൗഡറാണ്. അതായത് ഇതിലാണ് ഞാൻ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് കാശ്മീരി വറ്റൽമുളക് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഫ്രൈയിലെല്ലാം ഇതാണ് ഇടുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ സാധനം ഇങ്ങനെ വലിച്ചെറിയുന്നതല്ല ഗൈസ്. ഞാനിവിടെ ട്രൈപോഡ് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കൈ എത്തത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കുന്നത്. അല്ലാതെ ഞാൻ അതിനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചെറിയുന്നതായിട്ട് നിങ്ങൾ കരുതരുത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പൊടിയരിയാണ്. ഇവിടെ ഇച്ചുകുട്ടിക്ക് എനിക്കൊക്കെ പനി വരുമ്പോഴത്തേക്ക് ഈ പൊടിയരി വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ കണ്ടിട്ടില്ല എവിടെ. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിയാണത്. ഇത് ഇച്ചുകുട്ടി വേണമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഗൈസ് നമ്മുടെ മസാല. ഇതിനകത്താണ് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഉള്ളത് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അവിടെ മില്ലിൽ പൊടിപ്പിച്ചില്ലേ, അത് 250 ഗ്രാം ഇതുപോലെ പാക്ക് ചെയ്ത് വാങ്ങിയതാണ്. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റ കെട്ടായിട്ട് വാങ്ങിയിട്ട് വന്നാൽ ഇത് പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ കേടാവത്തില്ല കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അത് തീരുമ്പോഴത്തേക്ക് അടുത്ത പാക്കറ്റ് പൊട്ടിച്ചാൽ മതിയല്ലോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കസ്കസാണ്. നമുക്ക് ഇങ്ങനെ ഫലൂടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് വൻപയർ. ഇത് ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഗൈസ്. ഇത് നമ്മുടെ ഓലനൊക്കെ സദ്യക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കായം 4 ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ അച്ചാറിടാനും പിന്നെ സാമ്പാർ പരിപ്പ് അതൊക്കെ ഇടാൻ കായം വേണമല്ലോ.
പിന്നെ മാഗി ക്യൂബാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു പെട്ടി മാഗി ക്യൂബ് വാങ്ങിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് കുറച്ച് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇത്രയേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയി ജീരകമാണ് ഗൈസ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ സീൽ ചെയ്ത് നിങ്ങൾ തിരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ കേരള പെട്ടിയും കാലിയായിരിക്കുന്നു ഗൈസ്. ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ പെട്ടിയിലുണ്ടായിരുന്ന സാധനം കേട്ടോ. പിന്നെ നമ്മളെ കാർട്ടൂണിൽ പാക്ക് ചെയ്ത് വന്നത് അരിയാണ്. നമ്മുടെ മട്ട റൈസും പിന്നെ ജീര റൈസും നല്ലെണ്ണയും. ഇത്രയാണ് ആ കാർട്ടൂണിലുണ്ടായിരുന്നത്. അതിനകത്ത് വേറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കേരള പെട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഞാൻ സ്നാക്സ് എല്ലാം ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഫ്രണ്ട്സിന് കൊണ്ടുവന്ന് കൊടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കേരള പെട്ടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.